ഹൃദയത്തിലെ നാഡികളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതേപോലെയാണ് സൂര്യനിൽ നിന്നും ആ പ്രകാശത്തിന്റെ തിളക്കത്തെ സ്വീകരിച്ചിട്ട് ജീവൻ അവസാനം ശിരസിലുള്ള നാഡിയിൽ കൂടി മുകളിലെത്തി നേരിട്ട് പോകുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നാഡികളെ കുറിച്ചുള്ള അവയുടെ വർണ്ണങ്ങള്, അവയുടെ പോക്ക്, ഇതെല്ലാം ഒരു വൈദ്യശാസ്ത്രത്തിന്റെ പിൻബലത്തോടെ അവതരിപ്പിച്ചു വന്നതായിരുന്നു വിഷയം. അതിനൊന്നുണ്ട് ഉപമയെ കൂടിയൊക്കെയാണ് പറഞ്ഞത്. നടുക്കുള്ള വഴി രണ്ട് ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് പോലെയാണ് ആദിത്യമണ്ഡലവും അതേപോലെ പുരുഷദേഹവും തമ്മിൽ ഈ നാഡികൾ ബന്ധിപ്പിക്കുന്ന എന്നൊരു ഉപമയിൽ കൂടിയൊക്കെയാണ് പറഞ്ഞു വെച്ചത്. ഇനിയും ബാക്കിയാകാം. യത് തത്രൈത സുപ്തഃ സമസ്ത സംപ്രസന്ന സ്വപ്നം ജാനാതി ആസു തഥാ നാഡീഷു സുപ്തോ ഭവതി തന്ന കശ്ചന പാപ്മ സ്പൃശതി തേജസാഹി തഥാ സമ്പന്നോ ഭവതി തത്. അതുകൊണ്ട് എത്ര ഏതത് സുപ്തഃ, എത്ര എവിടെയാണോ ഏതത് ഇത് ഈ ജീവൻ സുപ്തഃ ഉറങ്ങുന്നത്, തത് എത്രൈതത് സുപ്തഃ, അതുകൊണ്ട് എവിടെയാണോ ഈ ജീവൻ ഉറങ്ങുന്നത്, സമസ്തഃ സംപ്രസന്നഃ, അപ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങളും നല്ല പ്രസന്നമാകും, പ്രസാദാവസ്ഥയിലേക്ക് എത്തുന്നത്. സകല ഇന്ദ്രിയ വ്യാപാരങ്ങളും ഉപസംഹരിച്ചു കഴിഞ്ഞാൽ ബാഹ്യവുമായി ഒരു ബന്ധവും ഇല്ലാത്തത് കൊണ്ട് വിഷയസംസർഗം അനുഭവിക്കില്ല. വിഷയ സംസർഗം അനുഭവിച്ചെങ്കിൽ മാത്രമേ മാലിന്യം ഉണ്ടാവൂ. ഈ ജീവൻ ഉറങ്ങുന്ന സമയത്ത് ഒരു കരണങ്ങളും പ്രവർത്തിക്കില്ല, മനസ്സുപോലും പ്രവർത്തിക്കില്ല. എല്ലാ ഇന്ദ്രിയങ്ങളും മനസ്സും അപസുപ്തമാണ്. അതുകൊണ്ട് ആ ജീവൻ ആ അത്രയും സമയം സംപ്രസന്നനാണ്, നന്നായി പ്രസാദിച്ചു കൊണ്ടേയിരിക്കുന്നവനാണ്, ഏറ്റവും ആനന്ദം അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നവനാണ്. കാരണം ബാഹ്യവിഷയവുമായിട്ട് ബന്ധം വരുമ്പോഴാണല്ലോ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ഒക്കെ മാലിന്യം ബാധിച്ചുകൊണ്ടേയിരിക്കുന്നത്. ദുഃഖത്തിന് കാരണം അത് തന്നെയാണ്. ഇന്ദ്രിയങ്ങളും മനസ്സും ബാഹ്യമായ വിഷയങ്ങളുമായി സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുമ്പോൾ സുഖദുഃഖങ്ങൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കും, മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അതുണ്ടാകുന്നില്ലെങ്കിൽ എത്ര സുപ്തഃ, എത്ര എവിടെയാണോ ഈ ജീവൻ ഉറങ്ങിയിരിക്കുന്നത്, അപ്പോൾ സമസ്തഃ എന്ന് വെച്ചാൽ എല്ലാ കരണങ്ങളും, എല്ലാ ഇന്ദ്രിയങ്ങളും, എല്ലാ വ്യാപാരങ്ങളും, എല്ലാ പ്രവൃത്തികളും അപ്പോൾ ഉപസംഹരിക്കുന്നത് കൊണ്ട് സംപ്രസന്നഃ, അപ്പോൾ ഏറ്റവും സംപ്രസന്നനാണ്, ഏറ്റവും പ്രസാദത്തെ പ്രാപിച്ചവനാണ്, ഏറ്റവും തെളിഞ്ഞവനാണ്, മാലിന്യമൊന്നുമില്ലാത്തവനാണ് ആ സമയത്ത് ഈ ജീവൻ. നോക്കൂ, ഒരു ദിവസം നമുക്ക് ഉറക്കം കിട്ടുന്ന സമയം എത്രയോ പരമാനന്ദ സുഖായിരിക്കും. ഒറ്റ അവസ്ഥയിൽ മാത്രമേ ഉള്ളൂ സുഖമായി ഉറങ്ങി എന്ന് പറയുന്നത്. ഉറക്കാവസ്ഥയിലാണ്, സുഷുപ്തി അവസ്ഥയിലാണ് ഈ സുഖം നമ്മൾ അനുഭവിക്കുന്നത്. വിഷയങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ സുഖം കിട്ടുന്നില്ലേ എന്ന് വേണേൽ ചോദിക്കാം. ആ സുഖത്തിൽ മാലിന്യം കടന്നുപോകും. വയറ് നിറച്ചു, ഭക്ഷണം കഴിച്ചു, ഹാവു സുഖമായി എന്ന് പറയുമെങ്കിലും ആ എരിവ് ഇത്തിരി കൂടിപ്പോയി, ഇത്തിരി മധുരം കൂടുതലാണ്, ഉപ്പിത്തിരി കുറവാണ് എന്നിങ്ങനെ അതിൽ നിന്ന് സംഭവിക്കാവുന്ന മാലിന്യങ്ങൾ നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇന്ദ്രിയദ്വാര കിട്ടുന്ന സുഖങ്ങൾ സമ്പൂർണമായ ആനന്ദമാണെന്ന് പറയാനാവില്ല. അതേ സമയത്ത് ഉറക്കത്തിൽ കിട്ടുന്ന സുഖം സമ്പൂർണമായ ആനന്ദമാണ്. സുഖമായി ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒന്നും അറിയത്തില്ലല്ലോ. എന്താ അനുഭവിച്ചതെന്ന് ചോദിച്ചാൽ ഒന്നും അറിയില്ല. ഒന്നും അറിയില്ലെങ്കിൽ അതാണ് പരമാനന്ദ സുഖം. അങ്ങനെ ഈ ജീവൻ പരമാത്മ സുഖമായി ഏറ്റവും വലിയ പരമാനന്ദം അനുഭവിക്കുന്നത് സുഷുപ്തിയില. സമസ്ത സംപ്രസന്ന സ്വപ്നം ന വിജാനാതി. അപ്പൊ സ്വപ്നത്തെയും അറിയുന്നില്ല.
സ്വപ്നത്തെ പോലും ആ സമയത്ത് അറിയത്തില്ല. കാരണം സ്വപ്നം അറിയണമെങ്കിൽ മനസ്സല്ലെങ്കിൽ പോലും നമ്മുടെ ബൗദ്ധികമായ വ്യാപാരം രണ്ടായിട്ട് പിരിഞ്ഞ് നമ്മൾ പലതായിത്തീരുന്ന അവസ്ഥ ഉണ്ടാവണം. ഇത് അതുമില്ല. സ്വപ്നം ന വിജാനാതി ആഫു വിജാനാതി ആഫു വിജാനാത്യാഫു എന്നുള്ള പദം പിരിക്കാം. സ്വപ്നം ന വിജാനാത്യാഫു, സ്വപ്നം ന വിജാനാതി, അവിടെ തീരും അത്. പിന്നെ ആഫു, ആഫു എന്ന് വെച്ചാൽ ഇവകളിൽ. ആഫു തഥാ നാഡീഷു, തഥാ അപ്പോൾ, എപ്പോൾ, ഈ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം. ആഫു നാഡീഷു, ഈ നാഡികളിൽ. സൃപ്തോ ഭവതി, പ്രവേശിച്ചവനായിട്ടിരിക്കും. അപ്പോൾ ഞാനെന്ന ഈ ജീവൻ എവിടെയായിരിക്കും എന്ന് ചോദിച്ചാൽ നാഡികളിൽ പ്രവേശിക്കും എന്നർത്ഥം. തഥാ നാഡീഷു സൃപ്തോ ഭവതി, അപ്പൊ നാഡികളിൽ സൃപ്തനാകും, പ്രവിഷ്ടനാകും, പ്രവേശിച്ചവനായിത്തീരും. അപ്പൊ ജീവൻ ഇങ്ങനെ ഏറ്റവും പ്രസാദിക്കുമ്പോൾ സുഷുപ്തിയിലെ സൗരതേജസ് നിറഞ്ഞു നിൽക്കുന്ന ചില നാഡികളുണ്ട്. ആ നാഡികളിൽ കൂടി നമ്മുടെ പ്രാണൻ എന്ന ഈ ജീവാത്മാവ് ഹൃദയ ഗഹ്വരത്തിലേക്ക് പ്രവേശിക്കും. ആ നാഡിയെ കൂടി. അതിനാണ് ഹൃദയത്തിന്റെ നാഡികളിലെ പോക്കുവരവിനെ കുറിച്ച് മുമ്പ് പറഞ്ഞു വെച്ച ഒന്ന് തന്നെയാണ്. അപ്പം സൗരതേജസ് നിറഞ്ഞ നാഡിയിൽ കൂടി ഈ ജീവാത്മാവ് ഹൃദയാകാശത്തിലേക്ക് പ്രവേശിച്ച്, അവിടെയാണല്ലോ പരമാത്മ ചൈതന്യം എന്ന് നേരത്തെ ദഹരവിദ്യ പറഞ്ഞുകൊണ്ട് വന്നേ, അതിൽ തന്റെ സ്വരൂപത്തെ പ്രാപിച്ചിട്ട് സുഖമായി ആനന്ദം അനുഭവിക്കും. സ്വസ്വരൂപ അനുസന്ധാനമാണ് ആനന്ദം. അവനവന്റെ സ്വരൂപത്തിലേക്ക് ചേരുമ്പോഴേ ആനന്ദം അനുഭവിക്കാൻ പറ്റൂ. അവനവന്റെ സ്വരൂപത്തിൽ ചേരണമെങ്കിൽ കരണങ്ങളൊക്കെ ശാന്തമാവണം, ഉപകരണങ്ങളൊക്കെ ശാന്തമാവണം. അങ്ങനെ ഇന്ദ്രിയവും മനസ്സും ബുദ്ധിയും എല്ലാം ഉറങ്ങിക്കഴിയുമ്പോൾ ഞാനെന്ന ജീവാത്മാവ് സൗരതേജസ് മുറ്റി നിൽക്കുന്ന ആ ഒരു നാഡിയിൽ കൂടി ഹൃദയ ഗഹ്വരത്തിലേക്ക് പ്രവേശിച്ച് അവിടെ ഞാനെന്ന പരമാത്മ ചൈതന്യവുമായി ചേർന്ന് സ്വസ്വരൂപ അനുസന്ധാനമെന്ന ആനന്ദം അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. എത്ര ക്ലിയർ ആയിട്ടാണ് വാസ്തവത്തിൽ ഈ ഉപനിഷത്തിക്കാരൻ നമ്മെ അവതരിപ്പിക്കുന്നത്. സ്വപ്നം ന വിജാനാതി ആഫു തഥാ നാഡീഷു സ്വപ്തോ ഭവതി തന്ന കശ്ചന പാപ്മാ സ്പൃശതി. അവിടെ വെച്ച് അവനെ കശ്ചന പാപ്മാ, ഒരു പാപങ്ങളും സ്പർശിക്കില്ല. അവിടെ വെച്ച് ഒരു പാപസ്പർശവും ഉണ്ടാവില്ല. കാരണം എന്താണ്? ദേഹേന്ദ്രിയവുമായിട്ട് ബന്ധമില്ല. എപ്പോഴാണോ ഞാൻ എന്ന ഈ ജീവാത്മാവിന് ദേഹേന്ദ്രിയവുമായി ബന്ധം തുടങ്ങുന്നത്, അപ്പോൾ മുതൽ പാപങ്ങളും പാപചിന്തകളും പാപപ്രവൃത്തികളും ധർമാധർമ്മ രൂപമായ പാപങ്ങളും ഒക്കെ നമ്മെ ബാധിക്കും. അതേ സമയത്ത് ഇതില്ലാതിരിക്കുന്ന സമയം എപ്പോൾ മാത്രമേ ഉള്ളൂ? ഈ ഉറക്കത്തിൽ മാത്രമേ ഉള്ളൂ. ആ സുഷുപ്തി അവസ്ഥയിൽ ഈ വക ഒരു പാപവും പാപങ്ങളും സ്പൃശതി, തൊടുക പോലും ഇല്ല. തേജസാഹി തഥാ സമ്പന്നോ ഭവതി. അപ്പം തേജസ് കൊണ്ട് പൂർണ്ണനായിത്തീരും, സമ്പന്നനായിത്തീരും. കാരണം ജാഗ്രത സ്വപ്ന സുഷുപ്തികൾക്കും അപ്പുറത്തുള്ള, അതാണല്ലോ ശങ്കരാചാര്യ സ്വാമിയുടെ മനീഷ ആരംഭിക്കുന്നത്. അങ്ങനെയാണ് മനീഷാപഞ്ചകം. ജാഗ്രത സ്വപ്ന സുഷുപ്തി സ്ഫുടതരായ സംവിദുജൃംഭതേ. അങ്ങനെ ഈ അവസ്ഥയിൽ ആ നാഡിയിൽ കൂടി അകത്ത് കടന്ന് ഞാനെന്ന ജീവാത്മാവ് പരമാത്മസ്വരൂപത്തിന്റെ സ്ഥാനത്തിലെത്തി ആ ആത്മാനന്ദം അനുഭവിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ സമ്പൂർണ്ണ പ്രകാശവാനായി. ഹാവു എന്നാ പിന്നെ ഇതുപോലെ പിന്നെ എന്തിനാ ഉണരുന്നത് എന്ന് ചോദിക്കും നമ്മൾ വേണമെങ്കിൽ. കാരണം ഇതിപ്പോ ശരിയായിട്ട് ഒരു ആത്മാനന്ദ അനുഭൂതിയുടെ അവസ്ഥയാണ്. ഞാൻ ജീവാത്മാവ് പരമാത്മാവിന്റെ സ്ഥാനത്തിലേക്ക് എത്തി അതുമായിട്ട് ചേർന്ന് അനുഭവിക്കുന്ന ഒരു ആനന്ദത്തെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ പിന്നെ ഞാൻ ഉണരുന്നത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം വേണേൽ ചോദിക്കാം.
എന്തിനാ ഞാൻ ഉണരുന്നത്, ഞാൻ അങ്ങനെ ഉറങ്ങിയാൽ പോരെ എന്നാണെങ്കിൽ അവിദ്യയുടെ കർമ്മങ്ങളുടെ പരിണിത ഫലമായ ഒരു ബീജാവസ്ഥ നമ്മുടെ ഉള്ളിൽ അപ്പോഴും ഉണ്ടാകും ഈ ജീവാത്മാവിൽ. അവിദ്യയുടെ ബീജം, അജ്ഞാനത്തിന്റെ അവിദ്യകളുടെ കാമനകളുടെയും കർമ്മങ്ങളുടെയും ഒരു ബീജം ഉണ്ടാകും. അത് ജ്ഞാനാഗ്നി കൊണ്ട് ദഹിച്ചു പോകാത്തത് കൊണ്ടാണ് വീണ്ടും ഉണരുന്നത്. ഋഷിക്കിനൊക്കെ മറുപടിയുണ്ട്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പലരും ചോദിക്കും. അപ്പോഴൊക്കെ അതിന് മറുപടി പറഞ്ഞു വേണ്ടേ പോവാൻ? നമ്മൾ തന്നെ ചോദിക്കേണ്ടതാണ്. ഈ അല്പസമയത്തെ ഉറക്കം കൊണ്ട് കർണങ്ങളിൽ നിന്നും വ്യാപൃതനായി ഇരിക്കുന്നു എന്നുള്ളതെ ജീവനിൽ പറ്റിക്കൂടിയിരിക്കുന്ന അജ്ഞാനത്തിന്റെ ദുഷ്കർമ്മവാസനകൾ വിട്ടുപോയിട്ടില്ലല്ലോ. അതോടുകൂടിയാണ്. അതുകൊണ്ട് ആ ചേർച്ച പൂർണ്ണമല്ല, തിരിച്ചെപ്പോഴും പോരും. 2, 3, 4, 5 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വരും. കാരണം അജ്ഞാനത്തിന്റെ കർമ്മബന്ധങ്ങൾ, ആ അജ്ഞാനത്തിന്റെ ബീജം ജ്ഞാനാഗ്നി കൊണ്ട് കരിച്ചു കളയാത്തത് കൊണ്ട് അവിടെ നിന്നും ഭ്രംശം വന്ന് ദ്വൈതാനുഭവത്തിലേക്ക് വീണ്ടും കടന്നു വരും. അജ്ഞാനം സമ്പൂർണമായി നശിച്ചെങ്കിൽ മാത്രമേ ഈ സത്യസ്വരൂപമായ ആത്മാനന്ദ അനുഭൂതി ഇടതടവില്ലാതെ അനുഭവിക്കാൻ പറ്റുള്ളൂ. അത് കിട്ടുന്നില്ല. ഇതാണ് ഉറക്കവും സ്വരൂപാനുസന്ധാനവും തമ്മിലുള്ള വ്യത്യാസം. ഉറക്കത്തിൽ ബാക്കിയെല്ലാം ശരിയാണ്. പക്ഷേ ഇത്ര നാള് അന്ന് ഉറങ്ങുന്നിടം വരെ ചെയ്തിരിക്കുന്ന ഈ ദുഷ്കർമ്മങ്ങളുടെ വാസന എവിടെ പോകും? അത് ജീവനിൽ അടിഞ്ഞു കിടക്കില്ലേ ബീജരൂപത്തിൽ? അതിനെയും കൂടി കരിച്ചു കളഞ്ഞെങ്കിൽ മാത്രമേ ആ പരമാത്മ ചൈതന്യവുമായുള്ള കൂടിച്ചേരലിന് സായുജ്യം അനുഭവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളൊക്കെ ഉറങ്ങിയാൽ ഉണരും എന്നുള്ളത് ഉറപ്പാണ്. ഉണരാതിരുന്നെങ്കിൽ എന്നൊക്കെ വേണമെങ്കിൽ ഇപ്പൊ വിചാരിക്കാം. പക്ഷെ നടക്കില്ല. അങ്ങനെ ആവണമെങ്കിൽ ഓരോ ദിവസവും അന്നന്ന് ചെയ്യുന്ന ദുഷ്കർമ്മ വാസനകൾ എൻ്റെ ജീവന്റെ വാസനകളിലേക്ക് അടിഞ്ഞുകൂടാതെ ഇരിക്കാൻ ശ്രമിക്കണം. അതിനെ ബാധിക്കാതിരിക്കാൻ ശ്രമിക്കണം. അവിടെയാണ് ചേമ്പിലയിലെ വെള്ളവും താമരയിലെ വെള്ളവും ഒക്കെ ഉദാഹരണം കവികളൊക്കെ എത്ര പ്രാവശ്യം പറയുന്നതാണ്. ഇതൊന്നും എൻ്റെ ജീവനിലേക്ക് കടക്കരുത്, വിട്ടുകളയണം. അതുകൊണ്ടാണ് ഇന്ദ്രിയദ്വാര കിട്ടുന്ന സുഖദുഃഖ അനുഭവങ്ങളെയൊക്കെ അതാ നിമിഷം തന്നെ ത്യജിക്കണം എന്ന് പറഞ്ഞു. തേന ത്യക്തേന ഭുഞ്ജീതാഹ എന്ന് പറഞ്ഞത് അത് തന്നെയാണ്. ഇന്ദ്രിയദ്വാര കിട്ടുന്ന എത്രയോ സുഖാനുഭൂതിയും ദുഃഖാനുഭൂതിയും ഉണ്ട്. അതൊക്കെ അപ്പൊ തന്നെ കളയണം. നമ്മളത് കളയില്ല. അന്ന് ഓർക്കും, പിറ്റേ ദിവസം ഓർക്കും, അതിന്റെ പിറ്റേ ദിവസം ഓർക്കും, കുറച്ചു നാൾ കഴിഞ്ഞാൽ ഓർക്കും. ഇത് ഞാൻ മറക്കില്ല എന്ന് പറയും. 50 വർഷം കഴിഞ്ഞാലും എന്നെ ചീത്ത വിളിച്ച വാക്ക് ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കും. ഞാനത് മനസ്സിൽ നിന്ന് കളയില്ല. വാശിയാണ്. കാരണം എന്താണ്? അജ്ഞാനത്തിന്റെ സൂക്ഷ്മമായ കർമ്മബീജം ജീവനിൽ അടിഞ്ഞു കിടക്കുന്നു. അത് കളയണം. അത് കളഞ്ഞാൽ പിന്നെ ജീവനെ ഇത് ബാധിക്കത്തില്ല. ആര് ചീത്ത പറഞ്ഞാലും, ആര് വഴക്ക് പറഞ്ഞാലും, ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ അപ്പോഴേ കളയും. ഇത് കളഞ്ഞിട്ടേ ഉറങ്ങാവുന്ന. ആ മരണാന്താനിഹി വൈരാണി. ശത്രുത പോലും ഈ മരണം വരെ നിലനിൽക്കുള്ളൂ, അതിനപ്പുറത്തും ഉണ്ടാവരുത്. ഇതതുപോരാ. സ്വാപപര്യന്തം, ഉറക്കം വരെ വിരോധവും ശത്രുതയും വ്യക്തിദ്വേഷവും പകയും മതവും മാത്സര്യവും ഒക്കെ വെച്ചോളൂ ഉറങ്ങുന്നിടം വരെ. ഉറങ്ങുന്നതിന് അത് മുഴുവൻ കളഞ്ഞിട്ട് ഉറങ്ങാവും എന്ന് എത്രയോ വേദാന്ത ആചാര്യന്മാർ നമ്മെ പഠിപ്പിച്ചത് ഈ ഒറ്റ ലക്ഷ്യം ഭക്ഷിക്കരുത്. ഇപ്പോഴാണ് ഛാന്തോക്യത്തിന്റെ സൗന്ദര്യം ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇത്ര ഭംഗിയായിട്ടൊരു ഉപനിഷത്ത് ഈ അവസ്ഥയെ വർണ്ണിച്ചിട്ടില്ല. നമ്മളൊക്കെ ഉറങ്ങുന്നവരാണ്, ഉറക്കത്തിന് സുഖം അനുഭവിക്കുന്നവരുമാണ്. അതിന് ശാസ്ത്രീയമായ ഒരു വിശകലനമാണ് ഇപ്പോൾ ഋഷി നമുക്ക് നൽകുന്നത്.
തത് എത്രൈതത് സുപ്തഃ സമസ്തഃ സംപ്രസന്ന സ്വപ്നം ന വിജാനാതി ആസു തഥാ നാഡീഷു സുപ്തോ ഭവതി തം ന കശ്ചന പാപ്മാ സ്പൃശതി തേജസാഹി തഥാ സമ്പന്നോ ഭവതി. തത് എത്രൈതത് സുപ്തഃ സമസ്തഃ സംപ്രസന്ന സ്വപ്നം ന വിജാനാതി ആസു തഥാ നാഡീഷു സുപ്തോ ഭവതി തം ന കശ്ചന പാപ്മാ സ്പൃശതി തേജസാഹി തഥാ സമ്പന്നോ ഭവതി. തദത്രൈതത് സുപ്തഃ സമസ്തഃ സംപ്രസന്ന സ്വപ്നം ന വിജാനാതി ആസു തഥാ നാഡീഷു സുപ്തോ ഭവതി തം ന കശ്ചന പാപ്മാ സ്പൃശതി തേജസാഹി തഥാ സമ്പന്നോ ഭവതി. അതുകൊണ്ട് എപ്പോഴാണോ ഈ ജീവൻ സുഷുപ്ത്യവസ്ഥയെ പ്രാപിച്ച് സമസ്ത കർണങ്ങളെയും ഉള്ളിലൊതുക്കിക്കൊണ്ട് സംപ്രസന്നായി തീരുന്നത്, സ്വപ്നം പോലും അപ്പോൾ കാണുന്നില്ല. അപ്പോൾ ഈ നാഡികളിൽ പ്രവേശിച്ച് ഒരുവിധ പാപങ്ങളും സ്പർശിക്കാത്തവനായി ആ തേജസ് കൊണ്ട് സമ്പന്നനായി തീരുന്നു അവൻ എന്ന്. അഥ എത്രൈതദബലിമാനം നീതോ ഭവതി തമഭിത ആസീനോ ആഹുർജാനാസി മാം ജാനാസി മാമിതി സ യാവദസ്മാത് ശരീരാദനുക്രാന്താ ഭവതി താവജ്ജാനാതി. അഥ അനന്തരം എത്ര എവിടെയാണോ ഏതത് ഈ ജീവൻ അബലിമാനം, ബലി എന്ന് വെച്ച ബലമുള്ളവൻ, ബലിമാനം ബലമുള്ളവനായി അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്ന അവസ്ഥ. അതിന്റെ വിപരീതം അബലിമാനം, ബലം ഇല്ലാത്തവനായിരിക്കുന്ന അവസ്ഥയെ അനുഭവിക്കുമ്പോൾ ഈ ജീവൻ ബലമില്ലാത്ത അവസ്ഥയെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴാണത്? വാർദ്ധക്യത്തിൽ. അതുവരെ നല്ല ബലമാണ്, ബലിഷ്ഠനാവും. വാർദ്ധക്യം വരുമ്പോൾ ബലക്ഷയം ഉണ്ടാകും, എല്ലാത്തിനും ബലക്ഷയം ഉണ്ടാകും. 10 ഇന്ദ്രിയങ്ങളെയും ബലം കുറയും. കണ്ണും മൂക്കും നാക്കും തൊക്കും ഒക്കെ അതിൻ്റെ രസാനുഭവത്തിനുള്ള ശക്തി അത് കുറയും. ബാഹ്യേന്ദ്രിയങ്ങളായ 5 എണ്ണത്തിനും കൈക്ക് ബലം കുറയും, കാലിന് ബലം കുറയും. കൈക്കും കാലിനും നേരത്തെ ഉള്ള പോലെ ബലം കിട്ടില്ല. വിസർജനേന്ദ്രിയങ്ങൾക്ക് ബലം കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വിസർജനം ശരിയാവില്ല. അത് വാർദ്ധക്യത്തിന്റെ അടയാളമാണ്. അതിന് ബലം കുറേശ്ശെ ക്ഷയിച്ചുകൊണ്ടേയിരിക്കും. ഇത് സ്വയം വാർദ്ധക്യം ബാധിച്ചവർ തിരിച്ചറിയുക തന്നെ വേണം. കോൺസ്റ്റിപ്പേഷൻ എത്ര മരുന്ന് കഴിച്ചാലും കാര്യമില്ല, അത് വാർദ്ധക്യത്തിന്റെ സ്വഭാവമാണ്. കാരണം ബലം കുറയുക. പിന്നെന്ത് ചെയ്യും? വിസർജനങ്ങൾക്ക് ബലം കുറയും. ഇങ്ങനെ ബാഹ്യമാ 2 തരം ജ്ഞാനേന്ദ്രിയങ്ങൾക്കും കർമ്മേന്ദ്രിയങ്ങൾക്കും ബലം ക്ഷയിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ വരുമ്പോൾ, യഥാ എപ്പോഴാണോ അബലിമാനം നീതോ ഭവതി, അബലിമാനനായി നയിക്കപ്പെടുന്നത്, ബലമില്ലാത്തവനായി നയിക്കപ്പെടുന്നത് എപ്പോഴാണോ, അഥ എത്രൈതത് അബലിമാനം നീതോ ഭവതി തം അവനെ അഭിത ചുറ്റുമായി, അവന്റെ ചുറ്റുമായി, തം അഭിത ആഫീന ഇരുന്നു കൊണ്ട്, തം അഭിത ആഫീന ബലക്ഷയം നന്നായി അനുഭവിച്ച് എഴുന്നേറ്റ് നടക്കാൻ പോലും ആവാതെ, ഇന്നത്തെ ഭാഷയിൽ ബെഡ് റിഡൻ, കിടക്കയിൽ ശയിക്കുന്ന ഒരാളുടെ അടുക്കൽ ചെന്നിരുന്നിട്ട്, തം അഭിത അവന്റെ ചുറ്റും ഇരുന്നിട്ട്, ആഫീന ഇരുന്നു കൊണ്ട്, ആഹുഹു ചോദിക്കും, ഇത് പറയും, ജാനാഫി മാം ജാനാഫി, എന്നെ അറിഞ്ഞോ, എന്നെ അറിഞ്ഞോ, ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഇത് നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന, എത്ര കാലം മുമ്പായി ഉപനിഷത്ത് ഈ വിഷയം അവതരിപ്പിച്ചത്. വാർദ്ധക്യം ബാധിച്ച് കണ്ണും കാണാതെ ചെവിയും കേൾക്കാതെ കൈക്കും ബലമില്ലാതെ ഭക്ഷണം കഴിക്കാനും ആവാതെ കാലനങ്ങാതെ ഒരിടത്ത് വൃദ്ധനായി കിടക്കുമ്പോൾ ചുറ്റുമിരുന്ന് ബന്ധുക്കൾ ചോദിക്കും,
എന്നെ അറിയുന്നോ? തൊട്ടു മുമ്പ് അറിഞ്ഞായിരിക്കും കുറച്ചു മുമ്പ് വരെ, പക്ഷെ വീണ്ടും ചോദിക്കുന്നത് എന്നെ അറിഞ്ഞു എന്ന് കേട്ടാ ഹാവൂ എന്തൊരു സമാധാനമായി, എന്നെ മനസ്സിലായി. എന്ത് നേടാന്? ഈ സമയത്ത് ഇപ്പൊ എന്നെ അറിഞ്ഞിട്ട് എന്താ നേടണ്ടേ? എങ്കിലും നമുക്കൊരു ആശ്വാസം. അത് എന്നെ അറിഞ്ഞില്ല എന്ന് വെച്ചാൽ അപ്പൊ നമുക്ക് സങ്കടവുമാണ്. അപ്പൊ ഇവിടെ ആഫീനോ ആഹുർ ജാനാഫി മാം ജാനാഫി മാമിതി, ജാനാഫി മാം ജാനാഫി, എന്നെ അറിയുന്നോ എന്ന് ബന്ധുക്കൾ അടുക്കളയിൽ ചോദിക്കും. തം അഭിദ ആഫീന ആഹുർ ജാനാഫി മാം ഇതി യാവത് അസ്മാത് ശരീരാ, ഈ ശരീരത്തിൽ നിന്നും യാതൊരു കാലം വരെയാണോ അനുത്ക്രാന്തോ ഭവതി, ഉത്ക്രമിച്ച് പുറത്ത് കടക്കാതിരിക്കുന്നത്. ഉത്ക്രാന്തൻ പുറത്ത് കിടക്കുക, അനുത്ക്രാന്തൻ പുറത്ത് കിടക്കാതിരിക്കുക. യാതൊരു സമയം വരെയാണോ ഈ ഞാനെന്ന ജീവാത്മാവ് ശരീരത്തിൽ നിന്നും പുറത്ത് കടക്കാതിരിക്കുന്നത്, താവത് ജാനാതി, അതുവരെ അറിയും എന്നുള്ള ഉറപ്പാണ്. പിന്നെ ഈ ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്നോ കണ്ണു തുറക്കാൻ പറ്റുമെങ്കിൽ നോക്കും കാണും നമ്മളെ അറിയുന്നുണ്ടാവും. പക്ഷെ അറിഞ്ഞു ഒന്ന് പറയാനോ, ചിലപ്പോ കണ്ണുകൊണ്ടൊന്ന് കാണിക്കാനോ, ഒന്ന് ചിരിക്കാനോ, കൈകൊണ്ടൊന്ന് അനക്കാനോ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. യാവത് അസ്മത് ശരീരാത് അനുത്ക്രാന്തോ ഭവതി, യാതൊരു കാലം വരെയാണോ അസ്മാത് ശരീരാത്, ഈ ശരീരത്തിൽ നിന്നും അനുത്ക്രാന്ത പുറത്ത് കടക്കാതിരിക്കുന്നത്, താവത് ജാനാതി, അതുവരെ അറിയും എന്ന് ഉറപ്പാണ് ഋഷിക്ക്. ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക് ചെന്ന് ചോദിക്കുമ്പോൾ അയാൾ അറിയുന്നുണ്ട്. അറിയാൻ കാരണം അയാളുടെ ഈ ജീവാത്മബോധം ശരീരത്തിൽ നിന്ന് വിട്ടുപോകാത്തത് കൊണ്ടാണ്. അത് വിട്ടു പുറത്തു പോയാൽ പിന്നെ അറിയില്ല, അതുവരെ അയാൾ അറിയുന്നുണ്ടാവും. അതുകൊണ്ട് ആത്മാവ് ദേഹേന്ദ്രിയങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ആ ബന്ധം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും തിരിച്ചറിയാൻ പറ്റത്തില്ല. ദേഹേന്ദ്രിയമായിട്ടുള്ള ബന്ധം ഈ ദേഹത്തിൽ നീ ഇരിക്കുന്നിടത്തോളം കാലം ഉണ്ട്, ഉറപ്പാകും. അത് വിട്ടുപോയാൽ പിന്നീടില്ല. ബോധമണ്ഡലം മറയുമ്പോൾ പോലും അയാളുടെ ഉള്ളിൽ ഈ നിൽക്കുന്നവരെ അറിയുന്നുണ്ടാവും എന്നുള്ള ഉറപ്പാണ്. പക്ഷെ ബോധമണ്ഡലത്തിൽ നിൽക്കുന്ന നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. എന്തായാലും ഈ ജീവൻ ശരീരത്തിൽ നിന്നും പുറത്തു പോകുന്നത് വരെ അയാൾ അറിയുന്നുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. സംവേദനക്ഷമത ഉണ്ട്. അഥായത്രൈതബലിമാനം നീതോ ഭവതി തമഭിത ആഫീനാഹുർ ജാനാഫി മാമിതി യാവത് അസ്മാത് ശരീരാത് അനുത്ക്രാന്തോ ഭവതി താവജ്ജാനാതി. അഥാ എത്രൈതബലിമാനം നീതോ ഭവതി തമഭിത ആഫീനാം ആഹുർ ജാനാഫി മാമിതി യാവദസ്മാത് ശരീരാത് അനുത്ക്രാന്തോ ഭവതി താവജ്ജാനാതി. അഥാ എത്രൈതബലിമാനം നീതോ ഭവതി തമഭിത ആഫീന ആഹുർജാനാഫി മാമിതി യാവദസ്മാത് ശരീരാത് അനുത്ക്രാന്തോ ഭവതി താവജ്ജാനാതി. അപ്പോൾ ഈ ഒരു ബോധം ജീവനുള്ളിൽ നിലനിൽക്കുന്നിടത്തോളം കാലവും ഉണ്ടാകുന്നുള്ള ഉറപ്പാണ്. അഥാ എത്രൈതസ്മാത് ശരീരാദുക്രാമ്യ അഥൈതൈരേവ രശ്മിഭിരൂർധ്വമാക്രമതേ സൗമിതി ബാഹോദ്വാമീയത്തെ ഫയാവത് ക്ഷിപ്യേൻ മനസ്താവത് ആദിത്യം ഗച്ഛതേ ഗച്ഛത്യേതദ്വൈ ഖലു ലോകദ്വാരം വിദുഷാം പ്രപതനം നിരോധോ വിദുഷാം. അഥാ അനന്തരം യത്ര ഏതസ്മാത് ശരീരാത്, യത്ര എവിടെയാണോ, ഏതസ്മാത് ശരീരാത് ഈ ശരീരത്തിൽ നിന്നും, എത്രേതസ്മാത് ശരീരാത്, എത്ര ഏതസ്മാത് ശരീരാത്, എപ്പോഴാണോ എവിടെയാണോ ഈ ശരീരത്തിൽ നിന്നും ഉത്ക്രാമതി പുറത്ത് കിടക്കുക. അഥ
അതിനുശേഷം ഉത്ക്രാമത്യഥ ഏതൈഹി ഏവ ഏതൈരേവ ഇവകളെ കൊണ്ടു തന്നെ എത്ര ഏതസ്മാത് ശരീരാത് ഉത്ക്രാമതി അഥ ഉത്ക്രാമത്യഥൈതൈരേവ എന്ന് ഒന്നിച്ചു വരും. അത്രയൊന്നും ചിലപ്പോ വായി കിട്ടില്ല. അപ്പം ഉത്ക്രാമതി ഇവിടെ നിർത്താം. അഥ ഏതൈരേവ എന്ന് രണ്ട് ഖണ്ഡമായിട്ട് പറഞ്ഞാൽ വളരെ എളുപ്പമായി. ഉത്ക്രാമത്യഥൈതൈരേവ, ഉത്ക്രാമതി പുറത്തു കിടക്കുന്നു. അഥ അനന്തരം ഏതൈഹി ഏവ ഏതൈരേവ ഇവകളെ കൊണ്ട് തന്നെ, ഏവകളെ കൊണ്ട് രശ്മിഭിഹി, ഏതൈഹി രശ്മിഭിഹി ഏവ ഈ രശ്മികളെ കൊണ്ട് തന്നെ എപ്പോഴാണോ ഈ ശരീരത്തിൽ നിന്നും ഏതസ്മത് ശരീരാത് ജീവൻ ഉത്ക്രാമതി ഉത്ക്രമിക്കുന്നത്, അതിനുശേഷം ഏതൈഹി രശ്മിഭിഹി ഏവ ഈ രശ്മികളിലൂടെ തന്നെ മുമ്പ് പറഞ്ഞ ഹൃദയനാഡികളിലേക്ക് വ്യാപരിക്കുന്ന ആദിത്യ രശ്മികളെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു പ്രധാന വഴിയുടെ ഇടത്തും വലത്തും പോലെയാണ് ഈ നാഡികളും ആദിത്യ രശ്മികളും എന്ന് മുമ്പേ ഉപമയിലൂടെ പറഞ്ഞു വെച്ചതാണ്. അതുകൊണ്ട് മരണസമയത്ത് ആദിത്യന്റെ ഈ രശ്മികൾ കൂടിയാണ് ഞാൻ പുറത്തേക്ക് പോകുന്നത്. ഈ ശരീരം വിട്ടാൽ ഞാൻ ഈ രശ്മികളിലേക്കാണ് പ്രവേശിക്കുക. അത് രാത്രി ആയാലും പകലായാലും. രാത്രിയിൽ എന്താണ്, ഇവിടെ ചന്ദ്രൻ കൂടെ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ചന്ദ്രനിൽ കൂടിയാണ് ആ രശ്മി ഈ പ്രകാശത്തിൽ വ്യാപരിച്ചു കൊണ്ടേയിരിക്കുന്നത്. കൊണ്ട് സൂര്യൻ ഒരു കാലത്തും അസ്തമിക്കുന്നുമില്ല, ഉദിക്കുന്നുമില്ല എന്നുള്ളൊരു സത്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. വാസ്തവത്തിൽ ഇത് ശാസ്ത്രസത്യമാണ്, ഭൂമി കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ട് സൂര്യന്റെ രശ്മികൾ കിട്ടാതെ വരുന്നില്ല. ജീവൻ വേർപിടിഞ്ഞാൽ ആ സമയത്ത് ആ സൂര്യന്റെ രശ്മികൾ കൂടി സഞ്ചരിച്ചിട്ട് അധൈതൈരേവ രശ്മിഭിഹി ഊർധ്വം ആക്രമതേ, ഊർധ്വം മുകളിലേക്ക്, ആക്രമതേ പോകുന്നു. മുകളിലേക്ക് അതിന്റെ ക്രമാനുസരണം അങ്ങ് വരെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ആക്രമതേ, എപ്പോഴാണോ ഈ ശരീരം വിട്ട് ഞാനെന്ന ജീവാത്മാവ് മുകളിലേക്ക് ഉത്ക്രമിച്ചു പൊയ്ക്കൊണ്ടിരിക്കുന്നത്, സഹ അപ്പോൾ അവൻ ഓമിതി വാ ഹ ഉദ്വ, ഓം എന്നുള്ളതിനെ ധ്യാനിച്ചുകൊണ്ട് തന്നെ, ഓമിതി വാ ഹ ഉദ്വ, ഉദ്വ മുകളിലേക്ക്, അവൻ ഓം ഇതി വാ ഓം എന്ന് തന്നെ, വാങ്ങിച്ച തന്നെ, ഹ തീർച്ചയായും, ഉദ്വ മുകളിലേക്ക്, ഓം എന്ന് ധ്യാനിച്ചുകൊണ്ട് തന്നെ. അവിടെ ഉച്ചരിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഈ പ്രാണനിൽ വിട്ടുപോയ ജീവാത്മാവെന്ന പ്രാണനിൽ ഓം എന്നുള്ളതിന്റെ ഒരു പ്രതിധ്വനിയുടെ അനുരണനം കൊണ്ട് ധ്യാനിച്ചാണിരിക്കുന്നതെങ്കിൽ ഉദ്വാമീയതേ മുകളിലേക്ക് പോകുന്നു. മീയത വെച്ചാൽ ഗമിക്കുന്നു, ഗച്ഛതി. ഉദ്വാമീയതേ മുകളിലേക്ക് ഗമിക്കുന്നു. ആദിത്യ രശ്മികൾ കൂടി തടസ്സമില്ലാതെ മുകളിലേക്ക് പോകാം. ഓം എന്ന് ഉച്ചരിക്കുന്നതിന്റെ അനുരണനത്തോടെയാണ് ഈ പ്രാണൻ വിട്ടുപോകുന്നതെങ്കിൽ, ഇത്ര ഭംഗിയായിട്ട് പറഞ്ഞു. അന്തിമ സമയത്ത് ഓങ്കാരത്തെ ഉച്ചരിച്ചു കൊണ്ടാണ് പ്രാണൻ വെടിയുന്നതെങ്കിൽ, ഓമിതി വാഹ ഉദ്വാമീയതേ ഫയാവത് ക്ഷിപ്യൻ മനഃ താവദാദിത്യം ഗച്ഛതി ഏതദ്വൈ ഖലു ലോകദ്വാരം വിദുഷാം പ്രവദനം നിരോധോ വിദുഷാം. ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ അവൻ യാവത് എപ്പോഴാണോ ക്ഷിപ്യേത് മനഃ
എപ്പോഴാണോ മനസ്സിനെ ക്ഷേപിക്കുന്നത്, എപ്പോഴാണോ മനസ്സിനെ പറഞ്ഞയക്കുന്നത്, ക്ഷിപ്യൻ മനസ്താവത് ആതിഥ്യം ഗച്ഛതി, അപ്പോൾ അവൻ ആദിത്യനെ തന്നെ പ്രാപിക്കുന്നു. ഇവിടെ മനസ്സില്ല, മനസ്സിന്റെ വേഗതയോട് സാദൃശ്യപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ. യാവത് ക്ഷിപ്യൻ മനഃ, മനസ്സ് പോകുന്നത് പോലെ എന്ന് പറഞ്ഞാണ്. അവിടെ മനസ്സില്ല, കാരണം എല്ലാം പോയി, ഇനിയൊന്നുമില്ല. ഒന്നാണ് ക്ഷിപ്യ എന്ന വാക്ക് ഉപയോഗിച്ചത്. ക്ഷേപണം ചെയ്യുക, എറിയുക, പോവുക. ഏതുപോലെ? മനഃ, മനസ്സു പോലെ. മനസ്സ് പോകുന്ന അതേ വേഗത്തിൽ ഈ പ്രാണൻ ആദിത്യന്റെ രശ്മിയിൽ കൂടി മുകളിലേക്ക് പോയാൽ ആദിത്യം ഗച്ഛതി, ആദിത്യനിലേക്ക് എത്തും. യാവത് ക്ഷിപ്യൻ മനഃ താവത് ആദിത്യം ഗച്ഛതി. ഏതദ്വൈ ഖലു, ഇതു തന്നെയാണ്. ഏതദ്വൈ ഖലു, ഇതു തന്നെയാണ് ലോകദ്വാരം, ബ്രഹ്മലോകത്തിലേക്കുള്ള വഴി. ലോകദ്വാരം, ബ്രഹ്മലോകദ്വാരം. ഏതദ്വൈ ഖലു ലോകദ്വാരം. ഈ ആദിത്യനിലേക്ക് എത്തിച്ചേരുന്നതാണ് ബ്രഹ്മത്തിലേക്കുള്ള വഴി. വിദുഷാം പ്രപതനം, വിദ്വാൻമാരുടെ പ്രാപ്യസ്ഥാനമാണ്. പ്രപതനം, എത്തേണ്ട സ്ഥാനം. വിദ്വാൻമാർക്ക് എത്തേണ്ട സ്ഥാനം ഇവിടെയാണ്. വിദുഷാം പ്രപതനം. മനോവേഗത്തിൽ അവിടെ എത്തിയാൽ ആ വഴിയാണ് ജ്ഞാനികൾ ബ്രഹ്മലോകത്തിലേക്ക് പോകുന്നത്. നിരോധോ അവിദുഷ, അവിദ്വാൻമാർക്ക് അവിടെയാണ് നിരോധം, തടസ്സം വരുന്നത്. അവരവിടെ എത്തുമ്പോൾ താഴേക്ക് വരും. കാരണം അവരുടെ ഉള്ളിൽ അവിദ്യയുടെ ബീജം ആ ജീവനിൽ ഉള്ളത് കൊണ്ട് ആദിത്യ ലോകത്തിന്റെ വാതുക്കൽ എത്തിയിട്ട് തിരിച്ചു വരും. എവിടെ നിന്നാണ് ഈ ജീവൻ തിരിച്ച് ഭൂമിയിലേക്ക് പോകുന്നതും എന്താണ് സായുജ്യത്തിലേക്ക് പോകുന്നതും എന്ന് ഇതിനു മുമ്പ് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങിയിരുന്നു. അതിന്റെ ഉത്തരം ഇപ്പോഴാണ് പറഞ്ഞത്. ഇതാണ് ജംഗ്ഷൻ, ഒരു കവല. അവിടെ നിന്നും ജ്ഞാനിയാണെങ്കിൽ ആദിത്യനിലേക്ക് പോയി ബ്രഹ്മലോകത്തിലേക്ക് പോകും. അല്ലെങ്കിൽ അവിദുഷാം, അജ്ഞാനികളാണെങ്കിൽ നിരോധോ, അവിടെ തടസ്സമാണ്, മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അവരെങ്ങോട്ട് വരും? അപ്പൊ പിന്നെ താഴേക്ക് പോരും. ആദ്യത്തിനും അത് താഴോട്ട് വീഴും. വിദ്വാൻമാർക്ക് ദേവയാനം എന്നും അവിദ്വാൻമാർക്ക് പിതൃയാനം എന്നും. താഴേക്ക് പോന്നാൽ പിന്നെ പിതൃക്കളുടെ ലോകത്തിലേക്കാണ് പോയത്. അവിടെ പിതൃയാനമെന്നും വേർപിരിയുന്നത് ഇവിടെ വെച്ചാണ്, ഈ ജംഗ്ഷനിൽ വെച്ചാണ്. അവിദ്വാൻ എന്താ, തന്റെ കർമ്മഗതിക്കനുസരിച്ച് ലോകത്തിലേക്ക് പിന്നെയും ഉചിതമായ വേഷം കെട്ടി വീണ്ടും പുറപ്പെടും. എത്ര മനോഹരമായിട്ട് ആശങ്കകളെല്ലാം മാറ്റി ക്ലിയർ ചെയ്തു തന്നു ഈ ഛാന്തോക്യം. പക്ഷെ ഛാന്തോക്യത്തിന് ഇവിടെ എത്തുമ്പോഴാണ് ഈ കാര്യങ്ങൾ ഋഷി വ്യക്തമാക്കുന്നത്. ഇപ്പോഴാണ് ഛാന്തോക്യം ശരിക്കും പഠിക്കേണ്ടതാണ്. അതിൽ നിന്നേ നമുക്ക് ഈ സംശയങ്ങൾക്കെല്ലാം മറുപടി കിട്ടുമെന്നുള്ള ഉറപ്പായി. അത്രയ്ക്ക് ശ്രേഷ്ഠമായ ഉപനിഷത്താണ് ഛാന്തോക്യം. ആദ്യം കുറെ ഉപകഥകളും ഉപാഖ്യാനങ്ങളും പറഞ്ഞു പോയപ്പോൾ ഇത് ചുമ്മാ തമാശ പറഞ്ഞു പോകുന്ന ഒരു ഉപനിഷത്താണെന്ന് നമ്മൾ പലരും വിചാരിച്ചു കാണും. പക്ഷെങ്കിൽ അന്തിമദശയിൽ വരുമ്പോഴാണ് ഉപനിഷത്തിന്റെ സ്വത്വം നമുക്ക് ശരിക്കും തിരിച്ചറിയാൻ പറ്റും. ഇവിടെ അഥ എത്രൈതസ്മാത് ശരീരാദുത്ക്രാമതി അഥൈതൈരേവ രശ്മിഭിരൂർധ്വമാക്രമതേ സോമിതി വാഹോദ്വാ മീയത്തെ സയാവത് ക്ഷിപ്യൻ മനസ്താവത് ആദിത്യം ഗച്ഛതി. ഏതദ്വൈ ഖലു ലോകദ്വാരം വിദുഷാം പ്രപതനം നിരോധോ അവിദുഷാം. അഥ എത്രൈതസ്മാത് ശരീരാദുത്ക്രാമതി അഥൈതൈരേവ രശ്മിഭിരൂർധ്വമാക്രമതേ സോമിതി വാ ഹോദ്വാമീയത്തെ സയാവത് ക്ഷിപ്യൻ മനസ്താവത് ആദിത്യം ഗച്ഛതി.
ഏതദ്വൈ ഖലു ലോകദ്വാരം വിദുഷാം പ്രപതനം നിരോധോ അവിദുഷാം അഥായത്രൈതസ്മാത് ശരീരാദുത്ക്രാമതി അഥ ഇതൈരേവ രശ്മിഭിരൂർധ്വമാക്രമതേ ഫ ഓമിതി വാഹോദ്വാമീയത്തെ ഫയാവത്ക്ഷിപ്യേൻ മനസ്താവദാദിത്യം ഗച്ഛതി ഏതദ്വൈ ഖലു ലോകദ്വാരം വിദുഷാം പ്രപതനം നിരോധോ അവിദുഷാം. അങ്ങനെ എപ്പോഴാണോ ഈ ശരീരത്തിൽ നിന്നും ജീവൻ ഉത്ക്രമണം ചെയ്ത് പുറത്ത് കിടക്കുന്നത്, അപ്പോൾ ഈ ആദിത്യരശ്മികൾ കൂടി മുകളിലേക്ക് സഞ്ചരിച്ച് അപ്പോൾ ഓങ്കാരം ഉച്ചരിച്ചു കൊണ്ടാണ്, ഉച്ചരിക്കാൻ പറ്റില്ല, ഓങ്കാരത്തിന്റെ ധ്യാനം അത് മാത്രമേ പറ്റുള്ളൂ. അതിൻ്റെ ഒരു സൂക്ഷ്മരൂപം ഉള്ളിൽ വ്യാപരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അന്തിമ നിമിഷം എന്തെങ്കിലും നാമങ്ങളെ ഉച്ചരിച്ചുകൊണ്ട്, ഓങ്കാരത്തെ ഉച്ചരിച്ചുകൊണ്ട് പ്രാണൻ വെടിയാൻ കഴിഞ്ഞാൽ ഇത് ഉറപ്പാണ് നമ്മെ പറഞ്ഞു പഠിപ്പിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ ആയാൽ ഓമിതിവാഹ ഉദ്വാമീയതേ ഫതാവക്ഷിപ്യൻ മനസ്താവതായിട്ട്, ഏതുവരെയാണോ മനസ്സ് വളരെ വേഗതയിൽ പോകുന്നത് അതേപോലെ ഈ ജീവനും ആദിത്യനിലേക്ക് എത്തി അവിടെ വെച്ച് ബ്രഹ്മലോകത്തിലേക്കുള്ള വഴിയിലേക്ക് പ്രവേശിക്കും വിദ്വാനാണെങ്കിൽ. അതാണ് വിദ്വാന്റെ പ്രാപ്തിഷ്ഠ. അവിദുഷന്മാർക്ക് അവിടെ തിരിച്ചു പോരേണ്ടി വരും, അവിടെ നിരോധമാണ്. വ്യക്തമാക്കി ഈ കാര്യം അവതരിപ്പിച്ചു. തദ്ദേശ ശ്ലോക, ഈ കാര്യം വ്യക്തമാക്കാൻ ഒരു ശ്ലോകം കൂടി ഉദാഹരണം പറയാം. ശതം ചൈകാചഹൃദയസ്യ നാട്യസ്താസാം മൂർധാനം ആഭിനിസൃതൈക തയോരൂർധ്വമായൻ അമതത്വമേതി വിശ്വങ്ങന്യ ഉത്ക്രമേണ ഭവതി ഉത്ക്രമേണ ഭവതി. ശതം ച ഏക, ശതം ചൈക 101, ശതം 100, ഏക 1. ശതം ച ഏക 101 ഹൃദയസ്യ നാഡ്യ, ഹൃദയത്തിലെ നാഡികൾ 101 എണ്ണം ആണെന്നാണ് പറയുക. വൈദ്യശാസ്ത്രം അനുസരിച്ചത് ശരിയാണോ നമുക്കറിയില്ല. തന്റെ ഉപനിഷത്ത് ഇത്രയൊക്കെ പറഞ്ഞത് ശരിയാകുമ്പം തെറ്റിച്ച് പറയാൻ വഴിയില്ല എന്ന് തന്നെ വിചാരിക്കാം നമുക്ക്. ഹൃദയത്തിൽ നിന്നും 101 നാഡികൾ പുറത്തേക്ക് പുറപ്പെട്ടു പോരുന്നുണ്ട് എന്നാണ്. ശതം ചൈക ഹൃദയസ്യ നാഡ്യ താസാം മൂർധാനം അഭിനിസൃതൈക, താസാം അവകളുടെ കൂട്ടത്തിൽ മൂർധാനം, മൂർധാവിനെ അഭിനിസൃതൈക, അതിൽ നിന്നും ഒരു നാഡി മൂർധാവിലേക്ക് പോകും. മൂർധാനം അഭിനിസൃത, ആ 101 നാഡികളിൽ ഒരു നാഡി മൂർധാവിലേക്ക് പോകുന്ന. മൂർധാനം അഭിനിസൃത ഏക മൂർധാനം അഭിനിസൃതൈക തയോ തയാ ഊർധ്വം ആയൻ അമതത്വമേതി. തയാ നാഡ്യ, ആ നാഡി കൊണ്ട് ഊർധ്വം ആയൻ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ നാഡി കൊണ്ട്, ആ നാഡിയിൽ കൂടി മുകളിലേക്ക് പോകുന്നവൻ തയാ ഊർധ്വമായൻ അമതത്വമേതി, അവൻ അമതാവസ്ഥയെ പ്രാപിക്കുന്നു. ഈ പ്രാണൻ വേർപെടുമ്പോൾ, ശരീരത്തിന് വേർപെടുമ്പോൾ ഈ 101 നാഡികളിൽ ഒരു നാഡി ഹൃദയത്തിൽ നിന്നും ശിരസിന്റെ ഊർധ്വഭാഗത്തിലേക്ക് പോകുന്നുണ്ട്. അതിൽ കൂടിയാണ് ഞാനെന്ന ജീവാത്മാവെന്ന പ്രാണതത്വം പുറത്തേക്ക് കടക്കുന്നതെങ്കിൽ അവൻ അമതത്വമേതി, അമരാവസ്ഥയെ പ്രാപിക്കും. ജനനമരണങ്ങളില്ലാത്ത മോക്ഷാവസ്ഥയിലേക്ക് എത്തിച്ചേരും. ഇതിനെയാണ് നമ്മൾ സമാധി എന്നൊക്കെ പറയാം. ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന നാഡികളിൽ പ്രധാനപ്പെട്ട ഒരു നാഡിയാണ് പോലും സുഷുമ്നാ നാഡി. അത് ഹൃദയത്തിൽ നിന്നും പുറപ്പെട്ട് നേരെ മുകളിലോട്ടാണ് പോകുന്നതെന്നാണ് ഉപനിഷത്ത് പറയുന്നത്. അത് ശിരസിലെത്തിയിട്ട് അവിടെ ഒരു ചെറിയ ദ്വാരമുണ്ട്, ബ്രഹ്മരന്ധ്രം എന്നു പേരുള്ള, അതിനോട് ചേരുന്നു. മരണസമയത്ത് ആ സുഷുമ്നാ നാഡിയിൽ കൂടി പുറത്തേക്ക് പോകുന്ന ജീവൻ ആദിത്യമണ്ഡലത്തിൽ കൂടി നേരെ എത്തും. വഴിക്കെങ്ങും വഴിതെറ്റി പോവില്ല. ബ്രഹ്മലോകത്തിലേക്ക് എത്തി
സായുജ്യാവസ്ഥയെ പ്രാപിച്ചു. ഇതാണ് സമാധ്യവസ്ഥ എന്ന യോഗികളെ കുറിച്ച് പറയുന്നത്. ഈ ഒരു അവസ്ഥയാണ്. ഇനിയും അല്ലെങ്കിലോ വിശ്വങ് അന്യ ഉത്ക്രമേണ ഭവതി. വിശ്വങ് അന്യ ഉത്ക്രമേണ ഭവതി. അന്യാഹ മറ്റുള്ള നാടികളിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ, വിശ്വക്ക് നാനാവിധത്തിൽ മറ്റുള്ള നാടികളിൽ കൂടിയാണ് ഈ പ്രാണൻ പുറത്തേക്ക് പോകുന്നതെങ്കിൽ, അതായത് വായിൽ കൂടിയോ മൂക്കിൽ കൂടിയോ ആണെങ്കിൽ, വായിൽ കൂടിയോ മൂക്കിൽ കൂടിയോ ആണോ, ഈ രണ്ട് നാടികളിൽ കൂടിയാണ് ഈ പ്രാണൻ പുറത്തേക്ക് പോകുന്നതെങ്കിൽ ഈ ലോകത്തേക്ക് തന്നെ മടങ്ങി വരും. ആദ്യത്തെ രശ്മി കൂടി പോവില്ല. അപ്പൊ ഇത് മരിക്കാറാവുമ്പോൾ നിശ്ചയിക്കാൻ പറ്റുന്നതാണ്. വാ തുറന്ന വായിൽ കൂടിയാണ് പ്രാണൻ പോകുന്നതെങ്കിൽ, ഇതാ നമ്മൾ കണ്ടിട്ടുള്ളതല്ല. അല്ലെങ്കിൽ ചിലപ്പോൾ മൂക്കിൽ കൂടിയായിരിക്കും. ഇന്ദ്രിയദ്വാര ഏതെങ്കിലും വഴിയാണ് പോവാ. അതൊക്കെ അന്നേരത്തെ നാഡികളുടെ പ്രവർത്തനം എന്താ വെച്ചാൽ അതനുസരിച്ചല്ലേ ഇത് പോകാൻ പറ്റുമോ, നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുമോ ഒന്നും അറിയാൻ പറ്റില്ല. പക്ഷെ ഇത്രയൊക്കെ ഒരു ഋഷിക്ക് നാഡികളിൽ കൂടി സഞ്ചരിച്ച് കണ്ടുപിടിക്കണമെങ്കിൽ എന്തുമാത്രം അപാരമായ അനുഭവജ്ഞാനവും പാണ്ഡിത്യവും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഋഷിക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതേസമയത്ത് സുഷുമ്നാ നാഡിയിൽ കൂടി നേരെ മുകളിലേക്കാണ് പ്രാണൻ പോകുന്നതെങ്കിൽ അത് ഉറപ്പാണ് മൂർധാവ് ഭേദിച്ച് ബ്രഹ്മരന്ധ്രത്തിൽ കൂടി പോയി ആദിത്യ ലോകത്തിൽ കൂടി, അത് തിരിച്ചു വരാത്ത മനസ്സിന്റെ വേഗതയിലാണ് പോകുന്നതാണ്. അതിവേഗതയിൽ പോയി പെട്ടെന്ന് ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് എത്തും. അന്യ വിശ്വം ബാക്കിയുള്ളതൊക്കെ നാനാ വഴികളിൽ കൂടി എന്താണ് ഉത്ക്രമണയെ ഭവന്തി, പുറത്തു പോകുന്നതായിട്ട് തീരും. അങ്ങനെ പോയാൽ ഈ സംസാരഗതിയെ പ്രാപിച്ച് ലോകത്തിലേക്ക് തന്നെ മടങ്ങി വരും. ജന്മമരണങ്ങൾ കൂടി വീണ്ടും വീണ്ടും ഒരേ കാലം കൂടി സംഭവിച്ചുകൊണ്ടിരിക്കും. ഇതിനുവേണ്ടിയാണ് ഈ അധ്യായത്തിന്റെ ആദ്യത്തിൽ ആദിത്യനും മനുഷ്യനാഡിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയാൻ കാരണമുള്ളതാണ്. ഇതൊന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്, ഈ ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇതിനെക്കുറിച്ച്, നാഡികളും ആദിത്യ രശ്മികളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടതാണ്. അവിടെ പറയാൻ കാരണം ഇത് തന്നെയാണ്. ശതം ചൈകാച ഹൃദയസ്യ നാഡ്യഃ താസാം മൂർധാനം അഭിനിസൃതൈക തയാ ഊർധ്വമായന്നെ അമൃതത്വമേതി വിശ്വക്ക് അന്യ ഉത്ക്രമേണ ഭവതി ഉത്ക്രമേണ ഭവതി. അധ്യായം തീരുന്നുകൊണ്ട് ആവർത്തിക്കുന്നതാണ്. അത് നമ്മൾ മുമ്പ് കണ്ടതാണ് പലപ്പോഴും. ഈ ഒരു കീർത്തിപ്പെട്ട വരി എന്നുള്ള ശ്ലോകത്തിനുള്ള അർത്ഥം, അല്ലാണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന 4 വരിയുള്ള ശ്ലോകമൊന്നുമല്ല. ശ്ലോകം എന്ന വാക്കിന്റെ അർത്ഥം കീർത്തിക്കുക എന്നാണ്. ശ്രുക്യത ഇത് ശ്ലോക, കീർത്തിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ശ്ലോകം പേര് വരാൻ കാരണം. അതുകൊണ്ട് ഇവിടെ കീർത്തിയുള്ള ഒരു വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി തദ്ദേശ ശ്ലോക എന്ന് പറഞ്ഞു. ഹൃദയത്തിന്റെ 101 നാഡികളിൽ ഒരു നാഡിയിൽ കൂടിയാണ് ജീവൻ മരണസമയത്ത് പുറത്തേക്ക് കിടക്കുന്നെങ്കിൽ അത് മൂർധാവിലൂടെ എത്തി അവിടെ നിന്നും പുറത്ത് കടന്ന് ആ മൂർധാവിന്റെ പുറത്തേക്ക് കടന്നാൽ അപ്പൊ തന്നെ ആദിത്യരശ്മിയിൽ കൂടി ബ്രഹ്മലോകത്തിലെത്തി അമൃതത്വം പ്രാപിക്കുന്നു. അല്ല വായിൽ കൂടിയോ മൂക്കിൽ കൂടിയോ ഒക്കെയാണ് പ്രാണൻ ജീവൻ പുറത്തു കിടക്കുന്നതെങ്കിൽ അത് വീണ്ടും ഇവിടെ തന്നെ ഉത്ക്രമണം ചെയ്ത് കഴിഞ്ഞുകൂടുന്നു. വീണ്ടും അത് ഇവിടെ തന്നെ ഉത്ക്രമിക്കുന്നവനായി ഇവിടെ തന്നെ ഉത്ക്രമിക്കും. പോവും വരും ഇങ്ങനെ. ഇതാണ് ഒരു ജീവന്റെ ശരീരം വിട്ടുപോകുന്നുള്ള അവസ്ഥയെക്കുറിച്ച് വ്യക്തമാക്കി ഉപനിഷത്ത് നമ്മെ ബോധ്യപ്പെടുത്തി. ശതം ചൈകാച ഹൃദയസ്യ നാഡ്യഃ താസാം മൂർധാനം അഭിനിസൃതൈകാം തയോർധ്വമായന്നമതത്വമേതി വിശ്വങ്ങന്യ ഉത്ക്രമേണ ഭവതി.
അത് പദം പിരിച്ചാൽ എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ പിരിച്ചൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ കൂട്ടി വായിച്ചാണ്. ശതം ചെയ്യുക ഹൃദയനാഡ്യ, അവിടെ നിർത്താം. ഹൃദയനാഡ്യ ശതം ചെയ്യുക. താഫാം മൂർധാനം അഭിനിസൃത ഏകാ. താഫാം മൂർധാനം അഭിനിസൃതൈക. മൂർധാനം അഭിനിസൃത ഏക. മൂർധാവിലേക്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് ഒന്ന് പോകും. തയാ ഊർധ്വം ആയൻ, തയോർധ്വമായൻ, തയാ ഊർധ്വം ഗുണസന്ധി വന്നിട്ട് തയോർധ്വം ആയതാണ്. തയാ ഊർധ്വം ആയന്, മായനല്ല, ഊർധ്വം അനുസ്വാരം പോയ പിന്നെ ആ മാത്രമേ ഉള്ളൂ. തയാ ഊർധ്വമായന് അമൃതത്വം ഏതി. തയാ ഊർധ്വം ആയൻ അമൃതത്വം ഏതി. തയോർധ്വമായൻ അമൃതത്വമേതി എന്ന് ഒടുവിൽ ഒന്നിച്ച് കൂട്ടിച്ചേർത്ത് വായിച്ചു പഠിച്ചാൽ മതി. ആദ്യം കഷ്ണങ്ങളായി തന്നെ പഠിച്ചു ഉറപ്പിക്കണം, എന്നാലേ കിട്ടൂ. അപ്പൊ തയാ ഊർധ്വം ആയൻ അമൃതത്വം ഏതി. വിശ്വക്ക് അന്യ. വിശ്വക്ക് എന്ന് വെച്ചാൽ വിവിധങ്ങളായ, പലതരത്തിലുള്ള, നാനാവിധത്തിലുള്ള. വിശ്വക്ക് അന്യ സന്ധി ചെയ്യുമ്പോൾ വിശ്വങ്ങന്യ. ഉത്ക്രമേണ ഭവതി, ഉത്ക്രമേണ ഭവതി. ശതം ചെയ്യുക ഹൃദയനാഡ്യ താസാം മൂർധാനം അഭിനിസൃതൈക തയോർധ്വമായൻ അമൃതത്വമേതി. വിശ്വങ്ങന്യ ഉത്ക്രമേണ ഭവതി, ഉത്ക്രമേണ ഭവതി. ശതം ചെയ്യുക ഹൃദയനാഡ്യ താസാം മൂർധാനം അഭിനിസൃതൈക തയാ ഊർധ്വമായൻ അമൃതത്വമേതി. വിശ്വങ് അന്യ ഉത്ക്രമേണ ഭവതി, ഉത്ക്രമേണ ഭവതി. ഇത് ഷഷ്ടസ്കന്ധ. ഉത്ക്രമണേ ഭവതി. ആയിക്കൊണ്ട് ഭവിക്കും. ഉത്ക്രമണേ ശ്രദ്ധ. ഏതാ? ഉത്ക്രമേണ ഭവന്തി. വിശ്വക്കെന്ന് പറഞ്ഞ, വിശ്വക്കെന്നുള്ള ബഹുജനാണ്, നാനാവിധത്തിലാണ്. അടുത്ത ഖണ്ഡം നമുക്ക് എടുക്കാൻ ഇപ്പൊ സമയം കിട്ടുന്നില്ല, 5 മിനിറ്റേ ഉള്ളൂ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഉപസംഹരിക്കാം. സാറേ, കഠോപനിഷത്തിൽ ഇതല്ലേ പറഞ്ഞു കൊടുക്കുന്നത്? ഇത്രയും വ്യക്തമാക്കുന്നില്ല, പറയുന്നുണ്ട്. ആത്മാവിന്റെ ഗതി പറഞ്ഞു കൊടുക്കുന്നത്. അതെ, ഇത് വളരെ സ്പഷ്ടമാക്കി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നുള്ള, അന്തിമ സമയത്ത് എങ്ങനെയാണ് എന്ന് കാണിക്കാനുള്ള. പിന്നെ ഋഷികളെ പിന്നെ സ്വർഗം കാമിച്ച് യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് സുഖം തിരിച്ചു പോകണ്ടേ? പിന്നെ അവര് ചെയ്തിട്ട് വിശേഷമൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ല. അതുകൊണ്ടാണ് സ്വർഗം കാമിച്ച് യജ്ഞം ചെയ്യണമെന്ന് പറയുന്നത്. എന്താ, കർമ്മം ചെയ്ത് മനസ്സ് ശുദ്ധമാക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയല്ല. സ്വർഗകാമികളെന്ന് പറയുന്നത് അതന്നെ, സ്വർഗം എന്ന് പറയുന്ന ഒരു സുഖാവാസ കേന്ദ്രത്തെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ മാത്രമേ എളി കർമ്മം ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ചെയ്യില്ല. അതിനുള്ള പ്രേരകമാണ് സ്വർഗം. ഈ സ്വർഗം എന്ന് പറയുന്നത് മോക്ഷസ്ഥാനമാണെന്ന് അടുത്ത ബൃഹദാരണ്യോപനിഷത്തെ പറയും. അത് വരുമ്പോ നമ്മൾ പഠിക്കുന്നുണ്ട്. വിശദമായി ചാന്ദ്രോപനിഷത്ത് പറഞ്ഞു പറഞ്ഞ് അവസാനം നമുക്കിത് പറഞ്ഞു തരുന്നത് നമുക്ക് മനസ്സിലാകാൻ, നമ്മളെ പ്രാപ്തിയുള്ളവരാക്കാൻ വേണ്ടിയല്ലേ ഇത്രയും കാര്യങ്ങൾ. തീർച്ചയായും ഭാഗവതം ഇങ്ങനെ ഒരുപാട് കഥ പറഞ്ഞു ദ്വിതീയത്തിൽ വന്ന് ബ്രഹ്മോപദേശം പറഞ്ഞ പോലെ. അതെ. അപ്പൊ ഒരു കാര്യം ചെയ്യാനുള്ള, ഇന്ദ്രിയങ്ങൾക്ക് ബലം കുറയ്ക്കുന്ന പറഞ്ഞാൽ പിന്നെ എപ്പോഴും ഓങ്കാരത്തെ ഉച്ചരിച്ചുകൊണ്ടിരിക്കുക. അത് കാരണം അതിങ്ങനെ നമ്മുടെ ജീവനിൽ അടങ്ങി ദുഷ്കർമ്മ ബീജങ്ങളെയൊക്കെ വരട്ടി കളഞ്ഞിട്ട് നമുക്ക് ലക്ഷ്യത്തിലേക്ക് പോകാൻ പറ്റുന്നതാണ്. അത് പോയി, അതൊക്കെ പോയി. അങ്ങനെയായി വരണം എന്നാണ് അതിന്റെയൊക്കെ ആവശ്യകത. നമ്മൾ കേട്ടെങ്കിൽ ഈ ഉപനിഷത്ത് സ്പഷ്ടമാക്കി തന്നിപ്പോഴാണ്.
അതെ സാറേ. അതെ അതെ. ഇനി നമുക്കൊരു 6 or 7 ഖണ്ഡം കൂടെ ഉള്ളൂ. അത് വേഗം തീരുന്ന ഖണ്ഡങ്ങളാണ്. വലിയ വിഷയങ്ങൾ തീരില്ല, 1-2 വിഷയങ്ങളേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ ബൃഹദാരണ്യത്തിലേക്ക് പ്രവേശിക്കും. ബൃഹദാരണ്യവും ഉപനിഷത്ത് കയ്യിലില്ലാത്തവരെ മഠത്തിൽ ഇപ്പോഴേ വിളിച്ചു പറഞ്ഞാലേ വരുത്തി വയ്ക്കുള്ളൂ. മഠത്തിലെ തീർന്നിരിക്കാം. നിങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന കുറച്ച് പേര് മേടിച്ചിട്ടുണ്ടാവും. പുതിയ കുറെ ആൾക്കാരുടെ അടുത്ത് ചേർന്നവരുടെ കയ്യിൽ ബൃഹദാരണ്യം ഉണ്ടോയെന്ന് അറിയില്ല. ഇല്ലെങ്കിൽ മഠത്തിൽ വിളിച്ചു പറയണം, എനിക്ക് ബൃഹദാരണ്യ ഉപനിഷത്ത് വേണം എന്ന് പറഞ്ഞാൽ ഒരാഴ്ചക്കകം അറിയിക്കണം. അങ്ങനെയാണെങ്കിൽ അത് വരുത്തി കിട്ടാൻ നമുക്ക് 2-3 ആഴ്ച പിടിക്കും. നമുക്കൊരു 3 ആഴ്ച കൊണ്ടേ ഇത് നമ്മുടെ 3-4 ആഴ്ച പിടിക്കും. അതിനെന്ത് ഇത്. അപ്പോൾ പുസ്തകം വേണ്ടവര് ഇപ്പൊ തന്നെ മഠവുമായിട്ട് ബന്ധപ്പെട്ട് പുസ്തകം വേണമെന്ന് അറിയിക്കണം. ഇത് അടുത്ത ബൃഹദാരണ്യമാണ് നമ്മൾ എടുക്കുന്നത്. അതും കൂടി ആയാൽ നമ്മുടെ ദശോപനിഷത്തിന്റെ വിഷയം പൂർണ്ണമാകും. 10 ഉപനിഷത്തുകൾ നമ്മൾ ഏതാണ്ട് ഒന്ന് നോക്കി വെച്ചു എന്നൊരു അനുഭവത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. സാർ, ഈ കൈവല്യോപനിഷത്ത് എന്താ? അത് മോക്ഷത്തിന്റെ കൈവല്യം മോക്ഷമല്ലേ? അതെ അതെ അതെ. അങ്ങനെ എവിടെയൊക്കെ വായിച്ചിട്ടുണ്ട് കൈവല്യോപനിഷത്തിനെ കുറിച്ച്. ഓ, അതുകൊണ്ട് ഇനിയും അസംഖ്യോപനിഷത്തുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ആചാര്യസ്വാമികൾ ഭാഷ്യം നിർമ്മിച്ചോണ്ട് നമ്മളത് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ വിഷയങ്ങളൊക്കെ തന്നെ മാറിയും മറിഞ്ഞും ഏറ്റക്കുറച്ചിലൂടെ മറ്റു പല ഉപനിഷത്തിലും പറയുന്നുണ്ട്. സാറേ, പിന്നെ ഒരു സംശയം, ഇപ്പൊ ജീവന്റെ ഇത് വന്ന ഈ മസ്തിഷ്ക മരണം സംഭവിച്ചതിന്റെ ഓർഗൻസ് എടുക്കുകയല്ലേ, അതെങ്ങനെയാ? മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ എടുക്കുകയല്ലേ, അതിപ്പോ ജീവൻ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ലല്ലോ. ജീവൻ ശരീരത്തിൽ ഉള്ളപ്പം തന്നെയാണോ ഇത്? ഉള്ളപ്പം തന്നെ എടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്കിന്ന് ഉപസംഹരിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഖണ്ഡം ആരംഭിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം സാർ. നമസ്കാരം. സാർ, ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴേ ആദ്യമേ ബ്രഹ്മരന്ധ്രത്തിൽ കൂടിയല്ലേ ശ്വാസം എടുക്കുന്നത്? അതെ അതെ അതെ. അപ്പൊ അതുകൊണ്ടാണ് അതിൽ കൂടെ പോകുന്നത്. അതിൽ കൂടി പോകുന്ന ഉത്തമം. പക്ഷെ പലപ്പോഴും ചിലപ്പോ മാറിയിട്ട് കളങ്കമില്ലാത്ത മനസ്സോടുകൂടി പോകുമ്പോഴാണ് അങ്ങനെ. അതെ അത്ര. അതെ.